എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഉപവസിച്ച് വിസ മേടിച്ചവർ കാണും, ഉപവസിച്ച് ട്രിപ്പ് പോയവർ കാണും, ഉപവസിച്ച് കല്യാണം നടന്നവർ കാണും. എന്നാൽ ഹന്ന എന്ന പ്രവാചകി ഉപവസിച്ച് വിസയും മേടിച്ചിട്ടില്ല, ഉപവസിച്ച് കാറും മേടിച്ചിട്ടില്ല, ഉപവസിച്ച് കല്യാണവും നടത്തിയിട്ടില്ല. പക്ഷേ 84 വർഷങ്ങൾ അവൾ ദൈവാലയത്തിലിരുന്ന് ഉപവസിച്ചു. അവൾക്ക് എന്ത് ലഭിച്ചു? അവൾ ദൈവവുമായി അഭേദ്യമായ ഒരു ബന്ധത്തെ നൽകി. അവൾ മിശിഹായെ കണ്ട് സ്തുതിക്കുവാൻ ഇടയായി. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവത്തെ അടുത്തറിയുവാൻ തക്കവണ്ണമുള്ള ഒരു ഉപവാസത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഈ കാലഘട്ടങ്ങളിൽ, ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഉപവാസങ്ങൾ ക്ഷണികമായ ഭൗമിക നന്മകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കാട്ടിലുപരിയായി ദൈവത്തെ അടുത്തറിയുവാൻ ആയിരിക്കട്ടെ. മനുഷ്യൻ വിടുതൽ അനുഭവിച്ച് ദൈവത്തെ അറിയുകയല്ല, പകരമോ അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ഉയർത്തപ്പെട്ടതിന് ശേഷം ദൈവത്തെ അറിയുകയല്ല, അവൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പലപ്പോഴും